ഹലോ, ഹായ് മക്കളെ. അപ്പോൾ പ്രിസം ജൂനിയേഴ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ള ഓസിലേഷൻസിനെ കുറിച്ചിട്ട് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോവാണ്. സോ നമുക്ക് ഓസിലേഷൻ സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഈ ക്വസ്റ്റ്യൻസിലൂടെ പോയാൽ കൃത്യമായിട്ട് നമുക്ക് ഓസിലേഷൻ സിമ്പിൾ ആക്കാൻ പറ്റും. സോ നമ്മുടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇഫ് എ pendulum takes 1 minute to complete 30 oscillation, how long does it take to complete one oscillation? Okay, ഇവിടെ ചോദിച്ചുള്ള എന്താണ്? ഒരു മിനിറ്റില് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു മിനിറ്റില് 30 ദോലനങ്ങൾ കംപ്ലീറ്റ് ആക്കുന്നുണ്ട് ഒരു പെൻഡുലം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു ദോലനം കംപ്ലീറ്റ് ആക്കാൻ എടുക്കുന്ന സമയത്തെ കുറിച്ചാണ് നമ്മളോട് ചോദിച്ചത്. ഓക്കെ, നമുക്കറിയാം നമ്മൾ പഠിച്ചുള്ള ടൈം മിനിറ്റിലല്ല സെക്കൻഡിലാണ്. സോ മിനിറ്റിലുള്ള സമയങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? സെക്കൻഡിലേക്ക് നമ്മൾ മാറ്റേണ്ടത്. നമ്മൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഒരു മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? സെക്കൻഡിലേക്ക് മാറ്റുന്നു. ഓക്കെ, ഞാൻ മാറ്റി, എനിക്ക് കിട്ടും 60 സെക്കൻഡ്സ് എന്നുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അറിയാവുന്നതാണ് 60 സെക്കൻഡ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്? 30 ഓസിലേഷൻസ് അല്ലെങ്കിൽ ദോലനങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇടയല്ലേ? അങ്ങനെ ഞാൻ നോക്കുന്ന സമയത്ത് എനിക്ക് കിട്ടേണ്ടത് ഒരു ദോലനമാണ്. ഞാൻ ചെയ്യുന്നു 30നെ 30 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്ത് ചെയ്യാം? ഒരു ദോലനം കിട്ടും ഇല്ലേ? 30നെ 30 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? ഒരു ഓസിലേഷൻ അല്ലെങ്കിൽ ഒരു ദോലനം കിട്ടും. റെഡി? അങ്ങനെയാണെങ്കിൽ ഞാൻ 30നെ 30 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് സൈഡിൽ ഞാൻ എന്ത് ചെയ്യേണ്ടതുണ്ട്? 30 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ 60 ഡിവൈഡ് ബൈ 30 ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും? 2 സെക്കൻഡ്സ് എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ആ ഉത്തരത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. എന്താണ്? ഒരു ഓസിലേഷൻ അല്ലെങ്കിൽ ഒരു ദോലനം കംപ്ലീറ്റ് എടുക്കുന്ന സമയത്താണ് 2 സെക്കൻഡ്സ് ആണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതേപോലെ തന്നെ ക്വസ്റ്റ്യൻ ആണ്. ഇഫ് എ പെൻഡുലം ടേക്സ് 2 മിനിറ്റ്സ്, എന്താണ്? 2 മിനിറ്റ്സ് ടു കംപ്ലീറ്റ് 45 ഓസിലേഷൻ, ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ടു കംപ്ലീറ്റ് വൺ ഓസിലേഷൻ? സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാലോ, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. നമ്മളിപ്പോ ചെയ്ത പോലെ തന്നെ 2 മിനിറ്റ്സ് എന്ന് പറയുമ്പോൾ 2 × 60, അപ്പൊ 120 സെക്കൻഡുകളാണ് നമുക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, 120 സെക്കൻഡിൽ 45 ഓസിലേഷൻസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ദോലനം എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ദോലനം കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? അതേ നമ്പർ കൊണ്ട് എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. അപ്പൊ നമുക്ക് കിട്ടും ഒരു ഓസിലേഷൻ അല്ലെങ്കിൽ ഒരു ദോലനം. ഓക്കെ, സോ ഈ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യണം? 45 ഡിവൈഡ് ചെയ്യണം. നമ്മൾ 45 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അറൗണ്ട് 2.66 സെക്കൻഡ്സ് എന്ന് കിട്ടും. ഓക്കെ, മക്കൾക്ക് ഇവിടെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാവുന്നതാണ്? ഡിവൈഡ് ചെയ്ത് നോക്കാവുന്നതാണ്. ബാക്കി എന്തുണ്ടാവും? 30 ഉണ്ടാവും. സോ 30 നമുക്ക് 0.2 വരും, 300 ഉണ്ടാവും. സോ 6 ടൈംസ് പോവും. സോ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ ആൻസറിലേക്ക് എത്താവുന്നതാണ്. ഓക്കെ, റെഡി അല്ലേ? സെയിം ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നമ്മൾ നോക്കുകയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യന്. ദ നമ്പർ ഓഫ് 30 oscillation of a pendulum takes 1 minute. Find number of oscillation completed in 1 second. ഓക്കെ, എന്താണ് ചോദിച്ചത്? 30 ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 മിനിറ്റ് എടുക്കുന്നുണ്ടാന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു സെക്കൻഡിലുള്ള ഓസിലേഷന്റെ എണ്ണാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഏതാണ് 30 ഓസിലേഷൻസ് കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? 1 മിനിറ്റ് സമയം എടുക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് മിനിറ്റിലേക്കാണ്. അതിന് എന്ത് ചെയ്യണം? പെട്ടെന്ന് തന്നെ സെക്കൻഡിലേക്ക് മാറ്റേണ്ടതുണ്ട്. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇപ്പം 60 സെക്കൻഡ്സ് ആണ്. അപ്പം 30 ഓസിലേഷൻസിന് 30 ദോലനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? 60 സെക്കൻഡ്സ് എടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടേണ്ടത്? ഒരു ഓസിലേഷൻ കംപ്ലീറ്റ്, ഒരു സെക്കൻഡിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഓസിലേഷൻസ്. അപ്പൊ നമുക്ക് സെക്കൻഡ് ആണ് ഒന്നാക്കേണ്ടത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? 60 ഡിവൈഡ് ചെയ്തു, 1 ആക്കുന്നു, 60 അതേ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 1 സെക്കൻഡ് എന്ന് കിട്ടും. ഒരു ഭാഗത്ത് മാത്രം ചെയ്താൽ മതിയോ? പോരാ, ഇവിടെയും ചെയ്യണം. ഓക്കെ, 30/60 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1/2 അല്ലെങ്കിൽ 0.5 എന്ന് കിട്ടും. സോ അതിന്റെ അർത്ഥം എന്താണ്? അവിടെ ഒരു സെക്കൻഡിൽ കംപ്ലീറ്റ് ആക്കുന്നത് എന്തായിരിക്കും? ഹാഫ് ഓസിലേഷൻ ആയിരിക്കും. ഒരു ഓസിലേഷൻ പോലും എന്ത് ചെയ്യുന്നില്ല? ഒരു സെക്കൻഡിൽ കംപ്ലീറ്റ് ആവുന്നില്ല. പകുതി ഓസിലേഷൻ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? 1 സെക്കൻഡിൽ കംപ്ലീറ്റ് ആവുന്നുള്ളൂ. സിമ്പിൾ അല്ലേ? സിമ്പിൾ ആയിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണ്. ഇഫ് എ പെൻഡുലം ടേക്സ് 0.5 സെക്കൻഡ് ടു കംപ്ലീറ്റ് 1 ഓസിലേഷൻ, വാട്ട് ഈസ് ദ ഫ്രീക്വൻസി?
ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫ്രീക്വൻസി എന്നാണ് എന്താണ്, അല്ലെങ്കിൽ ആവൃത്തി എന്നാൽ എന്താണ്. ഇവിടെ ചോദിച്ചുള്ള ക്വസ്റ്റ്യനില് 0.5 സെക്കൻഡ് എടുക്കുന്നുണ്ട് എന്ത്, ഒരു ദോലനം കംപ്ലീറ്റ് ആക്കാൻ. അങ്ങനെയാണെങ്കിൽ ആവൃത്തി എന്താണെന്നാണ് ചോദിച്ചത്. ഓക്കെ, നമുക്കറിയാവുന്നതാണ് ആവൃത്തി എന്ന് പറഞ്ഞാല് എന്താണ്, ഒരു സെക്കൻഡില് ഉണ്ടാവുന്ന എന്താണ് നമ്പർ ഓഫ് ഓസിലേഷൻസ് ആണ്. ഒരു സെക്കൻഡിൽ ഉണ്ടാവുന്ന ഓസിലേഷൻ ആണ്. ഓക്കെ, നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്, ടൈം ആണ് തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ രണ്ടാമതൊരു ഐഡന്റിറ്റി പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു, നമ്മള് ആവൃത്തി, ഈ ഐഡന്റിറ്റി പഠിക്കുക. ആവൃത്തി 1 ടൈം പീരീഡ്. ഓക്കെ, ആവൃത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസി 1 ടൈം പീരീഡ് ആണ്. ഓക്കെ, നമുക്ക് ഇവിടെ ടൈം പീരീഡ് ആണ് തന്നിട്ടുള്ളത്. ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആവാനുള്ള ടൈം ആണ് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഫ്രീക്വൻസി എന്ത് ചെയ്യാം, ഈസി ആയിട്ട് കാണാൻ പറ്റും. ഈസി കാണാൻ പറ്റുക. അപ്പൊ ഇവിടെ ഓർത്ത് വെക്കേണ്ട, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട ആളാരാണ്, ഫ്രീക്വൻസി എന്താണ് 1 ടൈം പീരീഡ് ആണ്. ഫ്രീക്വൻസി എന്താണ് 1 ടൈം പീരീഡ് ആണ്. ഓക്കെ ഓക്കെ, റെഡി റെഡി. അങ്ങനെയാണെങ്കിൽ ഞാൻ നോക്കുകയാണ്, ഇവിടെ എനിക്ക് 0.5 സെക്കൻഡ് ആണ് തന്നിട്ടുള്ളത്. അപ്പൊ എന്റെ ഫ്രീക്വൻസി എന്തായിരിക്കും, 1/0.5. 1/0.5. 1/0.5 സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടൂടെ. 10 മുകളിലേക്ക് പോകുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, 2 യൂണിറ്റ് എന്താണ്, 2 ഹെർട്സ്. 2 ഹെർട്സ്. ഓക്കെ, സിമ്പിൾ അല്ലേ, സിമ്പിൾ അല്ലേ. അപ്പം മക്കൾ എന്ത് ഓർമ്മ വെക്കണം, ഫ്രീക്വൻസി 1 ടൈം പീരീഡ് ആണെന്ന് ഓർക്ക് വെക്കണം. ഓക്കെ, ഇൻവേഴ്സ് ഓഫ് ടൈം പീരീഡ് ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇഫ് ഫ്രീക്വൻസി ഓഫ് എ പെൻഡുലം 12 ഹെർട്സ് ആൻഡ് that is the time for the pendulum. ഓക്കെ, ടൈം പീരീഡ് ആണ് നമ്മൾ ചോദിച്ചത്. ഫ്രീക്വൻസി 12 ഹെർട്സ് ഉണ്ട്. അതായത് ആവൃത്തി എന്തുണ്ട്, 12 ഹെർട്സ് ഉണ്ട്. ഫ്രീക്വൻസി എന്താണ്, 12 ഹെർട്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ടൈം പീരീഡ് എന്താണ്, നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യാം, നമ്മൾ പഠിച്ചിട്ട് ഫ്രീക്വൻസി 1 ടൈം പീരീഡ് എന്നാ പറഞ്ഞു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ 1 ഫ്രീക്വൻസി ആണെന്ന് പറയാൻ പറ്റില്ല. ഈസി അല്ലേ, നേരെ തിരിച്ചിടാനല്ലേ ഉള്ളൂ. ഓക്കെ, ഇങ്ങനെ പറയുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ സിമ്പിൾ ആയിട്ട് അപ്ലൈ ചെയ്യാം. എന്ത്, നമുക്ക് 12 ഹെർട്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ടൈം പീരീഡ് എന്ന് പറയുന്നത് എന്താണ്, 1/12. എന്താണ് 1/12. മക്കൾക്ക് കാണാൻ പറ്റില്ലേ, 1/12. ഞാൻ എന്ത് ചെയ്യുന്നു, 100 ആക്കുന്നു. അപ്പൊ 0.00 കൂടെ വരും. പിന്നെ so it's again 3. so around എങ്ങനെ വരും, 0.08333 വരും. സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ, ഓക്കെ അല്ലേ, സിമ്പിൾ അല്ലേ, എല്ലാ ക്വസ്റ്റ്യൻസും ഓക്കെ അല്ലേ. അപ്പൊ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് മക്കൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഇനിയും ചെയ്ത് നോക്കേണ്ടതുണ്ട്. എന്നിട്ട് നമ്മുടെ ഓസിലേഷന്റെ ഭാഗങ്ങൾ കൃത്യമാക്കണം. ഇപ്പൊ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും കൺസെപ്റ്റ് കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് നെക്സ്റ്റ് പാർട്ടുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.